ഫെഡറിക്കോ വാൽവർദയുടെ ഉറുഗ്വൻ മിസൈൽ, അതിന് പകരം തോമസ് ലെമറിന്റെ ഫ്രഞ്ച് മിസൈൽ. ഇതാണ് ജിറോണ വേഴ്സസ് റയൽ മാഡ്രിഡ് വേഴ്സസ് ജിറോണ മത്സരത്തിലെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. റയൽ മാഡ്രിഡ് ജിറോണയോട് 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. റയലിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. റയലിന്റെ ഫാൻസ് മൊത്തത്തിൽ ഡിസപ്പോയിന്റഡ് ആണ്. റയലിന്റെ ഹോമിൽ തന്നെ റയലിനെതിരെയുള്ള ചാൻറ്റുകളും കാര്യങ്ങളും വരുന്നതാണ് നമ്മൾ ഈ ഒരു മാച്ചിലും കണ്ടത്. വളരെ മോശം പെർഫോമൻസ്, അതാണ് ഒറ്റ വാക്കി പറയാൻ പറ്റുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കാം. നമ്മൾ റയൽ മാഡ്രിഡിന്റെ കണ്ടന്റ് മിക്ക ദിവസങ്ങളിലും ചെയ്യുന്നതാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇനി കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സംഭവം ഈ മാച്ച് നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളി ഒരു 87-88 ആ ഒരു സമയത്ത് കിലിൻ എംബാപ്പയെ ബോക്സിൽ വീഴ്ത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് എൽബോയാണ്, ക്ലിയർ എൽബോയാണ്, അതിലൊന്നും പറയാനില്ല. അത് കൈകൊണ്ട് മുഖത്തേക്ക് കറക്റ്റായിട്ട് ഇടിച്ചിട്ടുണ്ട്. അത് എൽബോയാണ്. ഞാൻ റീപ്ലേ എല്ലാം കണ്ടു. അത് എൽബോയാണ്, ക്ലിയർ എൽബോയാണ്. അത് ഒരു പെനാൾട്ടി ആണ്. റെഫറി VAR ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പോ ഈ ഫാൻസ് പറയുന്ന പോലെ ബാഴ്സയെ സപ്പോർട്ട് ചെയ്യുന്നു, റയലിനെ സപ്പോർട്ട്, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ലാലിഗയിൽ സ്ഥിരം പരിപാടിയാണ്. ലാലിഗയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ പ്രസിഡന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾ ലൈൻ ടെക്നോളജി ലാലിഗയിൽ ഇല്ല കേട്ടോ. ടോപ്പ് 5 ലീഗിൽ ഗോൾ ലൈൻ ടെക്നോളജി ഇല്ലാത്ത ഏക ലീഗ് ലാലിഗയാണ്. അപ്പോൾ ലാലിഗയിൽ ആ ടെക്നോളജി ഇല്ലാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് 3 മില്യൺ മുതൽ 4 മില്യൺ രൂപ വരെ ചെലവാകും ഓരോ സീസണിൽ. അതൊരു അൺനെസസറി ആയിട്ടുള്ള ചെലവാണെന്നാണ് ലാലിഗയിലെ പ്രസിഡന്റ് പറയുന്നത്. അപ്പൊ പിന്നെ അവരുടെ റെഫറിങ്ങിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. വളരെ മോശം റെഫറിങ് ആണ്. അത് ഷുഗർ പെനാൾട്ടിയാണ്. എനിക്കത് പെനാൾട്ടി ആയിട്ടാണ് തോന്നുന്നത്. ഞാനത് കുറെ ആംഗിളിൽ നിന്നൊക്കെ നോക്കി. അത് കൃത്യം മുഖത്തിടിക്കുന്നുണ്ട്. മുഖത്തൊരു എൽബോ ഉണ്ട്. എൽബോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൗളാണല്ലോ. അത് പെനാൾട്ടിയാണ്, പെനാൾട്ടി ഇൻസിഡന്റ് ആണ്. അത് മാത്രമല്ല, ബോൾ ആളുടെ കാലിലാണ് ഉള്ളത്. അതിനുശേഷമുള്ള മൂവ്മെന്റ് ഒന്നും നമ്മൾ നോക്കണ്ട. ആ ഒരു മൂവ്മെന്റിൽ ബോൾ ആളുടെ കാലിലുണ്ട്. അതൊരു പെനാൾട്ടി ഇൻസിഡന്റ് തന്നെയാണ്. ഗ്രൗണ്ട് മൊത്തത്തിൽ ഇളകുന്നത് നമ്മൾ കണ്ടു. ഈ ഒരു പ്ലേയേഴ്സും പോയി അപ്പീലൊക്കെ ചെയ്തു. പക്ഷെ ആ ഒരു 10-30 മിനിറ്റ് 30 സെക്കൻഡോളം ബോൾ അടുത്ത് റൊട്ടേറ്റ് ആയി, പാസുകൾ വന്നു. അതിനുശേഷമാണ് ബോൾ ഒന്ന് സ്റ്റോപ്പ് ആയത്. അപ്പോഴാണ് ആ ഒരു പ്ലേയേഴ്സ് പോയിട്ട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ടൈം ആയതുകൊണ്ടായിരിക്കണം. പക്ഷെ റെഫറി ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇല്ല എന്നൊരു ഇത് കാണിക്കുകയും ചെയ്തു. എന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ വയ്യ. VAR അവിടെ അവർ ഉറങ്ങുവാണെന്നാണ് തോന്നുന്നത്. ഈ കളി ഫസ്റ്റ് ഹാഫ് കളി കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഉറങ്ങിപ്പോകും, അത് വേറെ കാര്യം. എന്നാലും ഇത് ഭയങ്കര ഷോക്ക്. ഇത് കുറേ മാച്ചിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് സ്ഥിരമായിട്ട് ഇവരുടെ ഈ ഒരു മിസ്റ്റേക്കുകൾ. അപ്പോൾ ഈ ഒരു മാച്ചിലും അത് തന്നെയാണ് മിസ്റ്റേക്ക്. ആ ഒരു മിസ്റ്റേക്ക് അത് ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നത് അത് പെനാൾട്ടി തന്നെയാണ്. അത് വേറെ ഒന്നും പറയാനില്ല. റെഫറിയുടെ എറർ തന്നെയാണ് ആ ഒരു എറർ. ആദ്യ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു മരണ വീട്ടിൽ പോയ ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അത്രയും ശോകമാണ്. ഫസ്റ്റ് ഹാഫ് 9 ഷൂട്ട് എന്തോ അടിച്ചിട്ടുണ്ട് റയൽ. അതിൽ 4 ഓൺ ടാർഗറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഫെഡറിക്കോ വാൽവർദെ അടിച്ച ഒരു ഷൂട്ട് ഒഴിച്ചു നിർത്തിയ ബാക്കിയെല്ലാം നേരെ കീപ്പറിന് നേരെ അടിക്കണം. ഫിനിഷിംഗ് എന്ന് പറയുന്നത് 7 അയലത്ത് പോയിട്ടില്ല, അതുപോലത്തെ ഫിനിഷിങ്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ 12:30-ക്കാണ് ഈ ഒരു മാച്ച് ഇരുന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു, നമ്മളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് മറ്റ് പല പണികളും നമ്മൾ ചെയ്യും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ചാണ് നമ്മൾ മാച്ച് കാണുന്നത്. അപ്പോൾ മാച്ച് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ടല്ലോ, അത് കിട്ടിയില്ല. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നിർത്തി അങ്ങ് പോയേക്കാം എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണുക എന്നതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ മാച്ച് ഫുള്ളായിട്ട് കണ്ടു. സെക്കൻഡ് ഹാഫ് നല്ല സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഉള്ളത് പറയുകയാണെങ്കിൽ. ആദ്യമേ തന്നെ ഫെഡറിക്കോ വാൽവർദയുടെ ആ ഒരു ബൂം, വാട്ട് എ ഗോൾ! എത്ര തവണ നമ്മളത് കണ്ടു, എത്ര പ്രാവശ്യം കണ്ടാലും നമ്മുടെ ഈ ഒരു രോമൊക്കെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുക. അതുപോലത്തെ ഷൂട്ടാണ്. ബോക്സിന് വെളിയിൽ നിന്നും ആളങ്ങ് ആടിച്ചൊരു കയറ്റി കളഞ്ഞു. കിഡിലൻ ഗോളാണ്. നമ്മൾ കുറേ തവണ കണ്ടിട്ടുള്ളതാണ്. ഫെഡറിക്കോ വാൽവർദയുടെ ഒരു ഐക്കോണിക് സാധനമാണ് ഈ ഒരു ഗോൾ എന്ന് പറയുന്നത്. ബോക്സിന് വെളിയിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിന്റെ ഒരു കിഡിലൻ ഷോട്ട് ഉണ്ടായിരുന്നു, ബോക്സിനകത്തായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കിഡിലനായിട്ടുള്ളൊരു ഷോട്ട് ഗോളാക്കി. അതിനുശേഷം അടുപ്പിച്ച് 2 അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഫെഡറിക്കോ വാൽവർദെ തന്നെ കൊടുത്തൊരു പാസ്, അത് നേരെ കിലിൻ എംബാപ്പയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു ടാപ്പിംഗ് ആ ഒരു റേഞ്ചിലുള്ള സാധനമായിരുന്നു, അത് മിസ്സായി. അതിനുശേഷം ഒരു ജിറോണ താരത്തിന്റെ മിസ്റ്റേക്ക്,
അത് ഈസി ആയിട്ട് ഗോളാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ആ ഒരു ബോളിലേക്ക് എംബാപ്പയ്ക്ക് എത്താൻ പറ്റിയില്ല എന്നതാണ്, അതും മിസ്സായി. അതിനുശേഷം ജിറോണയുടെ കീപ്പർ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ബോൾ അടിച്ചു കളഞ്ഞിട്ട് ആ ഒരു ബോള് നേരെ വാൽവർദിക്കാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. അത് അവിടെ നിന്നൊരു ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ഷൂട്ട് അടിക്കുന്നതിന് പകരം ഒരു പാസ് ചെയ്ത് ആ ഒരു ചാൻസ് തൊലച്ചു. ഫസ്റ്റ് ടൈം ഷൂട്ട് അടിക്കണം, അത് വെളിയിൽ പോയാലും ശരി അകത്ത് പോയാലും ശരി, അതൊക്കെ പിന്നീട്. കീപ്പറില്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങ് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് മിസ്സായി. പിന്നെ നോക്കുന്ന സമയത്ത് അതിനുശേഷം വന്നിട്ടുള്ളത് ജിറോണയുടെ ആ ഒരു ഗോളാണ്. വാട്ട് എ ഗോൾ മാൻ! അദ്ദേഹം ഒരു ഫ്രഞ്ച് പ്ലെയർ ആണ് തോമസ്. കിടിലൻ ഗോളാണ്. അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിച്ചിരുന്ന പ്ലെയർ ആണ്. കിടിലൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഫെഡറിക്കോ വാൽവർദയുടെ ഗോളിനേക്കാൾ കിടിലനായിട്ട് ഒരു ഗോളാണ്. അതൊരു ക്രോസ് ആയിട്ടാണ് പോകുന്നത്. അതായത് വാൽവർദ അടിച്ചിട്ടുള്ളത് ആ ഒരു ഫസ്റ്റ് പോസ്റ്റിൽ തന്നെയാണല്ലോ, ഇത് പക്ഷെ സെക്കൻഡ് പോസ്റ്റിലോട്ട് ഒരു ചരിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഷൂട്ടാണ്. കിടിലൻ ഗോളായിരുന്നു. അങ്ങനെ 1-1 സമനിലയായി. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ 1 മിനിറ്റ് ആയിരുന്നു ആഡ് ടൈം ഉണ്ടായിരുന്നത്. ഇഞ്ചുറി ടൈം 1 മിനിറ്റ്. ആ ഇഞ്ചുറി ടൈമിൽ ഒരു അര മിനിറ്റോളം ആ കീപ്പറിന്റെ കയ്യിലായിരുന്നു, ജിറോണയുടെ കീപ്പറിന്റെ കയ്യിലായിരുന്നു ബോൾ. അവർ വെച്ചിരിക്കുക ബോൾ, കാരണം ഇവിടെ പ്രസ് ചെയ്യാൻ പോകുന്നില്ല. കീപ്പറിന് കയ്യിലെടുക്കാൻ പറ്റുന്ന ബോൾ സാധാരണ കീപ്പർ കാലിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ടീമിലെ പ്ലെയർ പോയി പ്രസ് ചെയ്യുമ്പോൾ ആ ബോൾ കയ്യിലെടുക്കും. കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് 5 സെക്കൻഡിലോ 6 സെക്കൻഡിലോ അടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ടക്കെന്ന് അങ്ങ് അടിക്കും. ഇവിടെ അത് പ്രസ് ചെയ്യാൻ പോയില്ല. 20-25 സെക്കൻഡോളം കയ്യിൽ വെച്ചിരിക്കുകയാണ് കീപ്പർ ബോൾ. അതിൽ തന്നെ വ്യക്തമാണ് ഫസ്റ്റ് ഹാഫ് വളരെ ശോകം. ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ റയൽ ഈ മാച്ചിൽ കുറേ ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റയലിനെ സംബന്ധിച്ച് നമ്മൾ ആർബലോയുടെ കീഴിൽ കണ്ടിരുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ഈ ഒരു കൗണ്ടർ സിസ്റ്റം ഗെയിമാണ്. അതായത് റയൽ പണ്ട് മുതലേ കളിക്കുന്നതാണത്. എന്നാലും ഈ ഒരു ആർബലോയുടെ കീഴിൽ നമ്മൾ കൂടുതലും കാണുന്നത് കൗണ്ടർ ഗെയിമാണ്. വളരെ പേസ്ഫുൾ അറ്റാക്കുകൾ, ഭയങ്കര സ്പീഡി ആയിട്ടുള്ള അറ്റാക്കുകൾ, വളരെ ഷാർപ്പായിട്ടുള്ള അറ്റാക്കുകൾ. അപ്പം അതൊന്നും നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റിയിട്ടില്ല എന്നതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഒരു രീതിയിൽ ഒരു കൗണ്ടർ പോലും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആ രീതിയിലേക്ക് വന്നില്ല എന്നതാണ്. അതായത് നോക്കുന്ന സമയത്ത് ബോൾ പൊസിഷൻ വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗെയിമാണ് ഈ ഒരു മാച്ചിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ നമ്മൾ പ്ലേയേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് ഈ ഒരു ഗെയിം, അതായത് ഇപ്പോൾ ജിറോണ കളിച്ചിരുന്ന ഗെയിം എന്ന് പറയുന്നത് സാധാരണ റയൽ കളിക്കുന്ന ഗെയിമാണ് ജിറോണ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് അവർ കൗണ്ടർ കാര്യങ്ങൾ ചെയ്യുന്നു, അവർ ക്വിക്ക് മൂവ്മെന്റ്സ് ചെയ്യുന്നു. പക്ഷേ സാധാരണ റയലാണ് അത് ചെയ്യാറ്. ഇവിടെ റയൽ നേരെ തിരിച്ചിട്ട് ആ ഒരു ബോൾ പൊസിഷനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിം. 61% എന്തോ ബോൾ പൊസിഷൻ ഉണ്ട് ഈ മാച്ചിൽ റയൽ മാഡ്രിഡിന്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ 57% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിൽ ബോൾ പൊസിഷൻ വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു റയൽ കളിച്ചിരുന്നത്. സാധാരണ ആർബലോയുടെ കീഴിൽ ഇങ്ങനത്തെ ഒരു ഗെയിം അല്ലായിരുന്നു റയൽ ഇതുവരെ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലേയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഡിഫൻസ് കഴിഞ്ഞ മാച്ചിൽ കളിച്ചിരുന്ന ആ ഒരു 4 പേരെയും മാറ്റി. അറിയാലോ, ഈ ഒരു മാച്ച് വരികയാണ് ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനൽ മാച്ച് അവരുടെ ഹോമിൽ, അതായത് ബയറിന്റെ ഹോമിൽ വെച്ചൊരു മാച്ച് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്തു എന്നത് നമുക്ക് മനസ്സിലാക്കാം. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു വാൽവർദെ ഉണ്ട്, അതല്ലാതെ ബാക്കി എല്ലാവരെയും മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ മാച്ചിലെ താരങ്ങളെ. പിന്നെ അറ്റാക്കിങ്ങിൽ വിനീഷ്യസും എംബാപ്പയും അത് അവർ തന്നെയായിരുന്നു. ഒരു മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ ഏറ്റവും ഉറ്റുനോക്കിയ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് കമവിംഗയുടെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാമ്പ്യൻസ് ലീഗിലെ 3 യെല്ലോ കാർഡുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മാച്ച് സസ്പെൻഷനാണ്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഒറ്റസംഖ്യയ്ക്കും, അതായത് 5 യെല്ലോ കാർഡ് 7 യെല്ലോ കാർഡ് ഒക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഒരു മാച്ച് വെച്ച് സസ്പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ യെല്ലോ കാർഡ് വാങ്ങിയതോടുകൂടി റയൽ മാഡ്രിഡിന്റെ ഡിഫൻസീവ് മിഡിൽ കളിക്കുന്ന ഫ്രഞ്ച് താരമായിട്ടുള്ള ചോമനിക്ക് ഒരു മാച്ച് ബാൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മാച്ച് അദ്ദേഹം കളിക്കത്തില്ല, സസ്പെൻഷനാണ്. അപ്പോൾ അടുത്ത മാച്ച് കളിക്കാത്തതുകൊണ്ട് തന്നെ ആ പൊസിഷനിൽ ആര് യൂസ് ചെയ്യും എന്നതായിരുന്നു ഞാൻ ഈ ഒരു മാച്ചിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയത്. കമവിംഗ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. കമവിംഗ ഈ മാച്ചിൽ 95% ബോൾ പൊസിഷനായിട്ട് വളരെ മികച്ച രീതിയിൽ മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ കൂടി എനിക്ക് പറയാനുള്ളൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ബോൾ ഹോൾഡ് ചെയ്തിരുന്നു. അത് കമവിംഗ മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജൂഡ് ബെല്ലിംഗ്ഹാം, ഒപ്പം അടുത്ത് ആ ഒരു അപ്പർ സൈഡിൽ കളിച്ചിരുന്ന ബെർഹിൻ ഡയസ്, ഇവരെല്ലാവരും ബോൾ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നി. അത് എനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയാൻ വയ്യ. പക്ഷെ അത്രയും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വാൽവർദ കളിച്ചിരുന്ന പോലെ കുറച്ച് സ്പീഡി ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസസ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ആ രീതിയിൽ കളിച്ചിരിക്കണം, ആ രീതിയിൽ ആ ഒരു ഗെയിം വന്നില്ല എന്നതാണ്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയറിന്റെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. അറ്റാക്കിങ്ങിൽ ആള് വളരെ മികച്ച രീതിയിൽ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ റയൽ മാഡ്രിഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ റീസെന്റ് മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ വിനീഷ്യസ് ജൂനിയർ നല്ലതായിട്ട് കളിക്കുമ്പോൾ എംബാപ്പെ നന്നായിട്ട് കളിക്കത്തില്ല, എംബാപ്പെ നന്നായിട്ട് കളിക്കുമ്പോൾ വിനീഷ്യസ് നന്നായിട്ട് കളിക്കത്തില്ല. ഈ സീസണിൽ ഓൾമോസ്റ്റ് എല്ലാ മാച്ചുകളിലും ഈ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും മികച്ച പെർഫോമൻസ് നടത്തിയ മത്സരങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ ഒരു മാച്ച് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ആദ്യമേ പറയേണ്ടത് ഫെഡറിക്കോ വാൽവേർദയുടെ പെർഫോമൻസ് ആണ്. ആള് വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ട് രണ്ട് അറ്റാക്കിങ്ങിലായാലും ശരി ഡിഫെൻസീവ് ആയിട്ടായാലും ശരി ആളുടെ റോള് വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിൽ 3 കീ പാസസ് നൽകി ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പിന്നെ അറിയാലോ ആ ഗോള് കിഡിലൻ ഗോളാണ്, ഒരു സംശയം വേണ്ട, വേറെ ലെവൽ ഗോള്. 83% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു. പിന്നെ 8.5 ആളിന്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിന്റെ തന്നെയാണ്. ആളും കിഡിലനായിട്ടുള്ള ഒരു പെർഫോമൻസ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. 8.7 വിനീഷ്യസ് ജൂനിയറിന്റെ റേറ്റിംഗ് ആയിട്ട് ഉള്ളത്. പിന്നെ 5 ഷൂട്ട് അടിച്ചു, 3 ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വിനീഷ്യസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫിനിഷിങ് അത് കിട്ടിയില്ല. നമുക്ക് നേരെ കീപ്പറിലേക്ക് അടിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പോൾ അത് അടുത്ത മാച്ചുകളിൽ അദ്ദേഹം ഫിറ്റ് ആക്കും എന്നത് നമുക്ക് നോക്കാം. പിന്നെ 90% പാസിംഗ് ആക്യുറസി വിനീഷ്യസ് ജൂനിയർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അറ്റാക്കിംഗ് പ്ലെയർ 90% പാസിംഗ് ആക്യുറസി വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അപൂർവമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റി എന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കമവിംഗ ആള് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ആൾക്ക് 95% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു. പിന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം വന്നപ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ബെർഹിൻ ഡയസും അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. ഡിഫൻസിൽ എനിക്കൊന്നും പറയാനില്ല, ഡിഫൻസിൽ ആരെയും എനിക്ക് പറയാനില്ല, കീപ്പർ ഉൾപ്പെടെ അവിടെ ആരെയും എനിക്ക് പറയാനില്ല. രണ്ടാം പകുതിയിൽ സബ്ബായിട്ട് ഇറങ്ങിയ ഡാൻ ഹ്യൂസൺ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട്. അതല്ലാതെ ഡിഫൻസിൽ ഇന്ന ആള് നന്നായിട്ട് കളിച്ചു എന്ന് ഒരാളെ എനിക്ക് പറയാനില്ല. അതാണ് ഡിഫൻസിന്റെ അവസ്ഥ. കാരണം സ്ഥിരമായിട്ട് ചുമ്മാ അവർക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു റയലിന്റെ സ്ക്വാഡിന്റെ ഒരു ഡെപ്തും അപ്പുറത്ത് അവരുടെ സ്ക്വാഡിന്റെ ഡെപ്തും വാല്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും അനുവദിക്കാനേ പാടില്ല. സ്ഥിരമായിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. കളി ഒരു 25 മിനിറ്റിനകത്ത് ആ ഒരു സമയമായ സമയത്ത് ലുനിന് വളരെ ഷൗട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അവരെ പോലെ ഒരു ടീം ഈസി ആയിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ മാച്ചിൽ അത് കണ്ടിരുന്നു. ഇനി എംബാപ്പയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയണം. ആള് ഭയങ്കര ശോകമാക്കി കളഞ്ഞു. 5.8 എംബാപ്പയുടെ റേറ്റിംഗ്. ഭയങ്കര ശോകം കളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് എംബാപ്പെ ഫുൾ ഫിറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാച്ചിലായിട്ടാണ് എംബാപ്പെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇഞ്ചുറി ആയിരുന്നു അദ്ദേഹത്തിന്. അതിനുശേഷം റിക്കവർ ആയി വന്നു, സബ്ബായിട്ട് ഇറങ്ങി. പിന്നീട് കഴിഞ്ഞ 3 മാച്ചസ് ആയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ആദ്യ ലോണി കളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മാച്ചിൽ അത്യാവശ്യം കുഴപ്പമില്ല കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാച്ചിലും ഓക്കെയാണ്. ഈ മാച്ചിലേക്ക് വരുമ്പോൾ ആള് ഭയങ്കര ടയേർഡ് ആയിട്ടുള്ളത് പോലെ, ആളുടെ ഒരു സ്പീഡ് വരുന്നില്ല, ആള് അവസരങ്ങൾ മിസ്സാക്കുന്നു. എന്തോ എവിടെയോ ഒരു വശവിശക് പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ആള് ആ ഒരു ഫുൾ ഫിറ്റ് ആയിട്ടില്ലേ എന്നൊരു ഫീലിംഗ് ഉണ്ട്. വേൾഡ് കപ്പ് കൂടെ വരികയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഇഞ്ചുറി ഒന്നും പറ്റരുത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൾക്ക് എന്തെങ്കിലും ഫിറ്റ്നസ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. ഈ മാച്ച് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആളുടെ ഒരു സ്പീഡ്, ആളുടെ ഒരു അഗ്രസീവ്നെസ് ഒന്നും കാണാൻ പറ്റിയില്ല. ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ് എംബാപ്പെ പുറത്തെടുത്തിരുന്നത്. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഈ മാച്ച് വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അടുത്ത മാച്ചിൽ ഒരു കോൺഫിഡൻറ്റോടെ അവർക്ക് പോകാൻ പറ്റും. കഴിഞ്ഞ 2 മാച്ച് അവർ തോറ്റു, 3 മാച്ചസ് ആയിട്ട് അവർക്ക് വിജയമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ ഈ ഒരു മാച്ച് സമനിലയായതോടുകൂടി റയൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അടുത്ത മാച്ച് ബയണിനെതിരെ ഒരു കംബാക്ക് അടിക്കണമെങ്കിൽ ഈ മാച്ച് ഒരു ജയിച്ചൊരു പോസിറ്റീവ് വൈബിൽ പോയി കഴിഞ്ഞാൽ അത് പോസിബിൾ ആണ്. പക്ഷേ ഇത് ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഈ മാച്ച് വളരെ ശോകം മാച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുമാത്രമല്ല റയലിന്റെ പെർഫോമൻസ് ഡേ ബൈ ഡേ താഴോട്ട് പോകുന്ന പോലെ ഒരു ഫീലാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട്. അവസാനം 3 മാച്ച് കണ്ടവർക്കറിയാം. കഴിഞ്ഞ മാച്ചും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ബയണുമായിട്ട് നന്നായിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ലാലിഗയിലാണ് ഈ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. ഇപ്പൊ ലാലിഗ അവര് വേണ്ടെന്ന് വെച്ച പോലത്തെ ഒരു ഫീലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ കോമ്പറ്റീഷനും അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യം ഉണ്ടല്ലോ. അപ്പൊ ലാലിഗ ഇവർക്ക് വേണ്ട എന്നൊരു മെന്റാലിറ്റിയിലാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മെയിൻ ആയിട്ടുള്ള പ്ലേയേഴ്സിനെയൊക്കെ മാറ്റുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച് കളിക്കണം,
അന്ന് വെച്ചിട്ട് ഫുൾ ഡിഫൻസിനെയും മാറ്റി ഫുൾ മിഡ്ഫീൽഡിനെയും മാറ്റി കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ അത് ഏത് രീതിയിൽ ടീമിന് യൂസ്ഫുൾ ആകും. കാരണം ഇപ്പോഴും ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് 7 പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളായിരുന്നുള്ളൂ ബാഴ്സയായിട്ട്. ആ 7 പോയിന്റ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാഴ്സയ്ക്കെതിരെ ഒരു മാച്ച് ഉണ്ടല്ലോ, അപ്പൊ 3 പോയിന്റ്, ആ മാച്ച് ജയിച്ചാൽ 3 പോയിന്റ് പോയി. പിന്നുള്ള 4 പോയിന്റ് ആണ്. അത് ഒരു മാച്ച് കൂടെ ബാഴ്സ തോൽക്കുകയോ 2 സമനിലയൊക്കെ ആയി കഴിഞ്ഞാൽ ആ പോയിന്റ് പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ചാൻസസ് ഉണ്ടായിരുന്നു, കാരണം 7 മാച്ചസ് ഇനിയും ഉണ്ടല്ലോ. പക്ഷേ ഈ ഒരു മാച്ച് സമനിലയാക്കി എല്ലാ അവസാനിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ക്ലിയർ ആയിട്ടുള്ള 6 പോയിന്റ് വ്യത്യാസമുണ്ട്. ബാഴ്സ ഒരു മാച്ച് കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. ബാഴ്സയ്ക്ക് ഇന്ന്, നാളെ എന്ന് പറയാനില്ല, ഇന്ന് മാച്ച് ഉണ്ട് രാത്രി 10 മണിക്കെന്താണ്. അപ്പൊ ആ ഒരു മാച്ച് ബാഴ്സ ജയിച്ചു കഴിഞ്ഞാൽ 9 പോയിന്റ് ലീഡായി. 7 റൗണ്ട് മാച്ച് ബാക്കിയുള്ളൂ, 9 പോയിന്റ് ലീഡായി. പിന്നെ പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ലാ ലീഗ പോയ മട്ടാണ്. ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗിൽ ഫുൾ ഫോക്കസ് ചെയ്യുക, അടുത്ത മാച്ച് ജയിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക, അതല്ലാതെ ഒന്നും പറയാനില്ല. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ, ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.